ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു, ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വെക്കേഷന് പറ്റിയിട്ടുള്ള കുറച്ച് ട്രെൻഡി ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. എല്ലാം തന്നെ ഞാൻ എൻ്റെ മലേഷ്യൻ ട്രിപ്പിൽ സ്റ്റൈൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ. എല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ. ഇതിൽ എല്ലാം തന്നെ ഞാൻ മിന്ത്രയെന്നും സവാനിന്നും ആണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ബോഡിക്കോൺ മിനി ഡ്രസ്സാണ് കേട്ടോ. കണ്ടോ, നല്ല പ്രിറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കളറും ഇതിന്റെ പാറ്റേണും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന്റെ കണ്ടോ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ്, ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത്. ഇത് മിനി ഡ്രസ്സാണ് കേട്ടോ. എനിക്കിത് മുട്ടിന്റെ മുകളിലാണുള്ളത്. ഞാൻ 165 ആണ് കേട്ടോ ഹൈറ്റ് ഉള്ളത്. അപ്പോൾ എന്നെക്കാട്ടിയും ഹൈറ്റ് കുറവാണെങ്കിൽ മുട്ടിന്റെ ഒരു ലെങ്ത്തിലായിരിക്കും ഉണ്ടാവുക. എനിക്ക് മുട്ടിന്റെ മേളിലേക്ക് കുറച്ച് കയറിയിട്ടാണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് ഉള്ളത്. ഇത് ബോഡിക്കോൺ ആണ്, പക്ഷെ ഭയങ്കര ടൈറ്റ് അങ്ങനെയൊന്നല്ല. ഇതിങ്ങനെ കണ്ടോ വലിയും അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് കംഫർട്ട് ആണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ടൈറ്റ് ഫീലൊന്നും നമുക്ക് തോന്നില്ല. നിങ്ങൾക്ക് തോന്നും ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയോ എന്നൊക്കെ തോന്നും, പക്ഷെ ഇതിങ്ങനെ വലിയും. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് മെഷ് ഫാബ്രിക് ആണ് ഇതിനുള്ളത്. പിന്നെ ഇത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ. കണ്ടോ, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ മെറ്റീരിയൽ ഇടാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഫുൾ സ്ലീവ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് ക്ലോസ് ആയിട്ട് കാണിക്കാം. പിന്നെ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ സൈഡിലും അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇത് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള വീഡിയോസ് ഒക്കെ. ഇതാണ് നമ്മുടെ സ്റ്റൊമക്കിന്റെ അവിടുത്തെ ഒരു ഏരിയയിൽ ഇങ്ങനെയാണ് ഇതിനെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെ ലെയർ പോലെയുള്ള ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ ലെയർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മിന്ത്രയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനൊരു 477 റുപ്പീസ് ആയിരുന്നു കേട്ടോ മിന്ത്രയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ വേറെ കളേഴ്സും മിന്ത്രയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിന്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്നും ചെക്ക് ചെയ്തോളൂ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള മറ്റൊരു ഔട്ട്ഫിറ്റ് ആണ്. ഭയങ്കര പ്രിറ്റിയാണ് കേട്ടോ. ഇത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലത്തെ ബിഗ് ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. താഴേക്കും ഇതേപോലെ ഫുൾ ഫ്ലവേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് മിനി ഡ്രസ് അല്ല കേട്ടോ, അത് ഫുൾ ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് 1 സ്ലീവ് ആണ് കേട്ടോ. 1 ഷോൾഡറേ ഉള്ളൂ. ഞാൻ ഇതുവരെ 1 ഷോൾഡർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ട്രൈ ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ അത് മലേഷ്യൻ ട്രിപ്പിൽ ട്രൈ ചെയ്തു കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ സ്ലീവ് വന്നിട്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിലേക്കാണെങ്കിൽ ഒന്നുമില്ല, ബാക്ക്ലെസ് ആണ് ഇത്. ഇവിടുന്ന് ഇങ്ങനെ ഒരു വള്ളി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കെട്ടി ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതും മെഷ് ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 1000 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ വേറെ കളേഴ്സ് ഒന്നും ഞാൻ മിന്ത്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതും കുറച്ചൊന്ന് സ്ട്രെച്ചബിൾ ആണ്. ഭയങ്കര സ്ട്രെച്ചബിൾ അല്ല മറ്റേതിന്റെ പോലെ, എന്നാൽ കുറച്ച് ഒന്ന് സ്ട്രെച്ചബിൾ ആണ്. എല്ലാതും ഞാൻ എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. എൻ്റെ സൈസ് വന്നിട്ട് എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു സൈസിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ സ്മോൾ മേടിച്ചാൽ മതിയായിരിക്കും. എന്നെക്കാളും കുറച്ച് വണ്ണം കൂടുതലൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനേക്കാൾ സൈസ് കൂട്ടി മേടിക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള വേറൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര, എൻ്റെ ഈ ഒരു വെക്കേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റാണ് ഈ ഒരു ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ സവാനിയിൽ നിന്നായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ടൈപ്പ് ജെം സ്യൂട്ട് ആണ് കേട്ടോ. ഇത് പിന്നെ കണ്ടോ ജെം സ്യൂട്ട് ആണ്. ഇത് ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വരുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ വരുന്നത്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതും സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇതിന് സ്ലീവ് ഇല്ല. ഇത് ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് ഇങ്ങനെയാണ് നമ്മളിതിനെ ഇടുക. കണ്ടോ, ഇങ്ങനെ ഒരു പഫി ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇങ്ങനെ പഫ് ആയിട്ടുള്ള, കണ്ടോ, പഫ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. അത് ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ സൈഡിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്ര മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല.
അപ്പം ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ സൈഡിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വന്നിട്ട് കണ്ടോ ഓപ്പൺ ആണ്, കണ്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ആണ്. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ ടൈ അപ്പ് ചെയ്ത് വെക്കാം. ഇങ്ങനെ 3 വള്ളികൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഇങ്ങനെ ടൈ ചെയ്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കട്ടെ. ഇങ്ങനെ ടൈ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്, ഭയങ്കര പിൻട്രസ്റ്റി വൈബുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിലും ഇതേപോലെ തന്നെ കേട്ടോ, എലാസ്റ്റിക് ആണ്, കണ്ടോ ഒരു പഫ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. താഴേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് തന്നെയാണ് കേട്ടോ, കുറച്ച് ലൂസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഫ്ലെയേർഡ് ആയിട്ടുള്ള ഒരു ജെം സ്യൂട്ട് ആണ് കേട്ടോ ഇത്. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് സവാനയിൽ നിന്നാണ്. ഇതിൻ്റെ സൈസും എക്സസ് തന്നെയാണ് കേട്ടോ. ഞാൻ എല്ലാം എക്സസ് ആണ് എനിക്ക് പാകമാവുക. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 1200 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ റേറ്റ് ഒരു 1200 റേഞ്ചിലാണ് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. ഇതൊരു ഫുൾ ഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. ഷർട്ട് പോലെ ഉണ്ടാവും, പക്ഷേ ഫുള്ളുണ്ട്, ഫുള്ളായിട്ടുള്ളൊരു ഷർട്ട് ഡ്രസ്സാണ്. ഒരു കണ്ണടിച്ച് പോകുന്ന കിളിപ്പച്ച കളറുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. കണ്ട ഫോക്കസ് ആവുന്നില്ലേ? ഓക്കെ, ഇങ്ങനെ കോളർ വരുന്നുണ്ട് ഇതിന്, കേട്ടോ കോളർ വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ടോ, ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുൾ ഇങ്ങനെ ബട്ടൺ ഡീറ്റെയിൽ, ഷർട്ട് പോലെ തന്നെ ബട്ടൺ ഡീറ്റെയിലിംഗ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആണ്, കുറച്ചിങ്ങനെ ലൂസായി കിടക്കുന്ന പോലെയുള്ള ഒരു ഫുൾ സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ സെന്ററിൽ വന്നിട്ട് ഇവിടെ ബാക്കിൽ കണ്ടോ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലും സെന്ററിലും ആയിട്ട് നമുക്കൊരു സ്ലിറ്റ് ഡീറ്റെയിലിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ മേടിച്ചിട്ടുള്ള മിന്ത്രേന്നാണ് കേട്ടോ. ഇതിനും എനിക്ക് തോന്നുന്നു ഒരു 1000 റേഞ്ചിലാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത്. അതെ, 1000 റേഞ്ചിലാണ് ഇതിനും റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് 1000 ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ ഒരു വൈറ്റ് ബാഗും വൈറ്റ് ഷൂസ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഇത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഓറഞ്ച് ജ്വല്ലറീസും അതേപോലെ ഫുഡ് വെയർ ഒക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്താലും നല്ല അടിപൊളിയാവും കേട്ടോ. പക്ഷെ ഞാൻ വൈറ്റ് വെച്ചിട്ടായിരുന്നു സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ അതായിരുന്നു ഉണ്ടായിരുന്നത് ആ ടൈമിൽ. ഇനി അടുത്തത് വന്നിട്ട് ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ. അപ്പോൾ കോഡ് സെറ്റ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലേ. അപ്പോൾ ഞാനും ഒരു കോഡ് സെറ്റ് മേടിച്ചു. ഇതൊരു മിനി കോഡ് സെറ്റ് ആണ് കേട്ടോ. ബോട്ടം വന്നിട്ട് ഇതേപോലത്തെ ഒരു ഷോർട്സ് ആണ്, നല്ല ഫ്ലെയേർഡ് ആയിട്ടുള്ള ഒരു ഷോർട്സ് ആണ് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. പിന്നെ പോക്കറ്റ്സ് ഉണ്ട്, 2 സൈഡിലും ഇതേപോലെ പോക്കറ്റ്സ് ഉണ്ട്. ഒരു ബീച്ച് കളറാണ് കേട്ടോ ഈ ഒരു ഷോർട്സിന്റെ കളർ വന്നിട്ട്. ഇതിന്റെ പെയർ വന്നിട്ട് ഈ ഒരു റസ്റ്റ് ഓറഞ്ച് ആണ്. നല്ല ഒരു കോംബോ ആണല്ലേ, അടിപൊളി കോംബോ ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബോട്ടം വെയർ വന്നിട്ട്. മുകളിൽ വന്നിട്ട് ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ, ഒരു ഷർട്ട് പോലെ, കോളർ ഇല്ല, റൗണ്ട് നെക്ക് തന്നെയാണ്, ഷർട്ട് പോലെയുള്ള. ഇത് കണ്ടോ, ഫ്രണ്ടില് ഇങ്ങനത്തെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്ലെസ് ആണ്, സ്ലീവ്സ് ഇതിൽ അറ്റാച്ച്ഡ് അല്ല കേട്ടോ, സ്ലീവ്ലെസ് തന്നെയാണ്. റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത്. ഇത്രയാണ് ലെങ്ത് ഉള്ളത്. ഇതിൽ പോക്കറ്റ് ഡീറ്റെയിലിംഗ് ഉണ്ട്, പോക്കറ്റ്സ് ഇല്ല, വെറുതെ ഷോ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റും ബീജും നല്ലൊരു കളർ കോംബോ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഞാൻ സവാനിയിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. എക്സസ് തന്നെയാണ് എൻ്റെ സൈസ് വന്നിട്ടുള്ളത്. ഇതിന് ഒരു 1500 ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ട്. ഇത് സ്ട്രെച്ചബിൾ അല്ല കേട്ടോ, സ്ട്രെച്ചബിൾ അല്ല, നമ്മൾ കറക്റ്റ് സൈസ് നോക്കി മേടിക്കണം കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു എന്താണ് ടാങ്ക് ടോപ്പ് ആണ് കേട്ടോ. ഇത് റിബ്ഡ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. സ്ലീവ്ലെസ് ആണ്, ഇതും റൗണ്ട് നെക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു ക്രോപ്പ് ടോപ്പ് ആണ്, ഇത്രയേ ഉള്ളൂ. പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്, ഇത് സ്ട്രെച്ചബിൾ ആണ്. പിന്നെ റേറ്റും 145 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്നായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ഷോർട്സ് ഇല്ലേ, ഇത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിനെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് ഈ ഔട്ട്ഫിറ്റിലെ സെക്കൻഡ് വീണ്ടും ഇഷ്ടപ്പെട്ടുള്ള ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഇത് വന്നിട്ട് ഒരു ടാങ്ക് ടോപ്പ് തന്നെയാണ് കേട്ടോ, ഒരു ക്രോപ്പ് ആയിട്ടുള്ള ടാങ്ക് ടോപ്പ് തന്നെയാണ്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള പിൻട്രസ്റ്റി വൈബൊക്കെ ഉള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. കണ്ടോ, ഇത് ഇത്രയാണുള്ളത്. കണ്ടോ, ഇതിങ്ങനെയാണ്, ഇങ്ങനെ ഉണ്ടാവും. ഒരു ഹാർട്ട് ഷേപ്ഡ് നെക്കാണ് വന്നിട്ടുള്ളത്. ഒരു നോട്ട്
ഇട്ട പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഈ ഒരു വന്നിട്ട് ബാക്കിൽ നമുക്കിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. ബാക്കിൽ സ്ട്രെച്ചബിൾ ആണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട്. കണ്ടോ, സ്ട്രെച്ചബിൾ ആണ്, ലാവൻഡർ കളറിൽ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ബാക്കിൽ കണ്ടോ, ബാക്ക്ലെസ് ആണ് കേട്ടോ, ബാക്കിലൊന്നുമില്ല, അത്രേ ഉള്ളൂ. ക്രോപ്പ് ടോപ്പ് ആണ് ഇത്. ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് സ്കേർട്ട് വെച്ചിട്ടാണ് കേട്ടോ. ഇത് രണ്ടും ഞാൻ സവാനിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ഈ ടോപ്പിന് ഏകദേശം ഒരു 670 റുപ്പീസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ടോപ്പിന് ആയിട്ടുള്ളത്. ഇതിന്റെയും സൈസ് എക്സസ് തന്നെയായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ഞാൻ ഈ ഒരു വൈറ്റ് സ്കേർട്ടാണ് കേട്ടോ പേരിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബീച്ച് വെക്കേഷനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണിത്. കണ്ടോ, ഇതിന്റെ സ്കേർട്ട് വന്നിട്ട് ഇങ്ങനെ ഫ്രിൽസ് ആണ് വന്നിട്ടുള്ളത്. മിനി സ്കേർട്ട് ആണ്, കണ്ടോ കണ്ടോ, മിനി സ്കേർട്ട് ആണ്. നല്ല ഫ്രിൽസ് ഒക്കെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ ഇത്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനെയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിന് ഒരു 700 റുപ്പീസ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാനൊരു മലേഷ്യൻ ട്രിപ്പില് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പൊ നമുക്ക് ഇനിയും ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.